എൻ്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് +2 ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉയർന്ന പോസ്റ്റുകളിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ, അപ്പോൾ പിന്നെ ഞാൻ ഡിഗ്രിക്ക് പോകുന്നതല്ലേ നല്ലത് എന്നൊരു ചിന്ത വരില്ലേ? ഇത് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളൊരു ചിന്തയാണ്, ഡിഗ്രി എടുക്കണോ അല്ലെങ്കിൽ എങ്ങനെ ജോലി കിട്ടുള്ളൂ എന്നുള്ളത്. ഡിഗ്രി ഇല്ലെങ്കിലും സ്കില്ലുണ്ടോ അതിന് വാല്യൂ കൊടുക്കുന്ന രീതിയിലൂടെ ഗൂഗിളും ഫേസ്ബുക്കും വരെ എല്ലാവരും വലിയ വലിയ കമ്പനീസ് അടക്കം മാറിക്കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രോട്ടോ ടൈപ്പ് എന്ന് പറയുന്ന പേരിലേക്ക് എത്തിയത്? 90% ആൾക്കാർക്കും ജോലി കിട്ടാത്തൊരു സമയമാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ റെഡി ആയിട്ട് ഒരാൾ വന്നോ, അവൻ കംപ്ലീറ്റ് ചെയ്തോ, അവനെ ജോബ് IT ജോബ് കിട്ടണം. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പേരിട്ടു, ബ്രദർ പ്ലസ് പ്രോട്ടോടൈപ്പ് എന്ന് തന്നെ പേര്. പ്രോട്ടോടൈപ്പ് ആയി. ഒരു കുട്ടി പഠിക്കാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് പലപ്പോഴും അതിനകത്ത് കുറേ നൂലാമാലകളുണ്ട്. അങ്ങനെ ചെയ്താലേ ജോലി തരുന്നുണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ ചെയ്താലേ ജോലി തരുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കോഴ്സിന്റെ ഫീനെ വെച്ചിരിക്കുന്നത് പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് ഓപ്ഷനിലാണ്. ഇപ്പോൾ ഒരാൾ കോഴ്സ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അയാളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ്സാവാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. അത് സത്യം. ഒരു എല്ലാ കുട്ടികളിലും എങ്ങനെ പഠിക്കുന്നില്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അവർ വന്നിരുന്ന് പഠിച്ച കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഫൈനൽ എക്സാം ഉണ്ട്, ഫൈനൽ എക്സാം പാസ്സാകുന്ന എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേരെ സോഫാർ പഠിപ്പിച്ച് പുറത്തിറക്കി നല്ല രീതിയിൽ പ്ലേസ്ഡ് ആക്കിയിട്ടില്ലേ? എന്തിലാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്? കോൺഫിഡൻസിലാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ടെക് സ്കില്ല് ബിൽഡ് ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ടുന്നത്. പക്ഷേ ടെക് സ്കില്ല് ബിൽഡ് ചെയ്യാൻ ഞങ്ങൾക്ക് തോന്നിയതോളം ഭയങ്കര എളുപ്പമാണ്, കുറച്ചുകൂടി എളുപ്പമായിട്ട് അതിന് ഫീൽ ചെയ്തു. കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാനുള്ള ധൈര്യമില്ല. ടെക് സ്കില്ല് ഇവർ ഓക്കെയാണ്, കമ്പനി ചെയ്യാൻ പറ്റുന്ന എത്രയും സൂപ്പറായ IIT-കാരൻ്റെ കൂടെ ഇരുത്തിയാലും അവനേക്കാളും സൂപ്പറായിട്ട് കോഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ സംസാരിക്കാൻ പഠിച്ചാലും കമ്പനികൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുക, എങ്ങനെ മെയിൽ അയക്കാം, എങ്ങനെ അവരെ ലിങ്ക്ഡിനിൽ കോൺടാക്ട് ചെയ്യാം, എങ്ങനെ അവരെ ഫോൺ വിളിച്ച് സംസാരിക്കാം, അതിൽ എന്ത് പറയണം എന്ത് പറയരുത്, സാലറി അവർ ഓഫർ ചെയ്യുമ്പോൾ എന്ത് നെഗോഷിയേറ്റ് ചെയ്യണം, എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മൾ ശരിക്കും പഠിക്കാൻ മെറ്റീരിയൽ ഉണ്ട്, മടി മാറ്റി വെച്ച് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇന്നൊരു ഫ്രണ്ട് ഒരു മൂവിക്ക് പോകാൻ വിളിക്കുമ്പോൾ നോർമലി വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരാൾ എന്നാൽ മൂവിക്ക് പോകാമെന്ന് പറയും. പക്ഷേ ഈ ആഴ്ച ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഒരാളെ സംബന്ധിച്ചോളം ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ല, ഞാൻ മൂവിയാണ് അടുത്ത ആഴ്ച പോവാം, ഇത് കംപ്ലീറ്റ് ഈ ഷിഫ്റ്റേ ഉള്ളൂ. ബേസിക്കലി മനുഷ്യൻ്റെ നമ്മളെല്ലാ ടാസ്കിനും ഈ ഷിഫ്റ്റേ ഉള്ളൂ. മടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് എന്ത് വേണം, ഫോളോ അപ്പ് വേണം, വീക്കിലി അവരുടെ ഗൈഡൻസ് വേണം. അവർക്കൊരു അവിടെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് ശരിക്കും നിൽക്കുന്നത്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കാണാറുണ്ട്. ഇംഗ്ലീഷ് ലേണിംഗ് പഠിക്കാൻ, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള പല പല ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. പക്ഷേ അതിൽ വളരെ വ്യത്യസ്തമായി സോഫ്റ്റ്വെയർ ലേണിങ്ങിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും നിങ്ങൾ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ജോബ് ഗ്യാരണ്ടി നമ്മൾ നൽകുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബ്രോട്ടോടൈപ്പ്. ബ്രോട്ടോടൈപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO നിഖിലാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ പലപ്പോഴും ഇങ്ങനെ റോട്ടിലൂടെ പോകുമ്പോഴത്തേക്കും വലിയ ബോർഡുകൾ ബ്രോട്ടോടൈപ്പ് എന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ മനസ്സ് വിചാരിക്കുകയെ ഇതെന്താണാവോ സംഭവം എന്ന്. പിന്നീട് ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതൊരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് അക്കാഡമിയാണ് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രോട്ടോടൈപ്പ് എന്ന് പറയുന്ന പേരിലേക്ക് എത്തിയത്? ബ്രോട്ടോടൈപ്പ് ശരിക്കും ഒരു പ്രോട്ടോടൈപ്പ് എന്നുള്ള പേര് കേട്ടിട്ടില്ല? പ്രോട്ടോടൈപ്പ് അതായത് ഒരു മോഡല് എന്നൊക്കെയാണ് പ്രോട്ടോടൈപ്പ്. ബ്രദർ പ്ലസ് പ്രോട്ടോടൈപ്പ് ആണ് ശരിക്കും പ്രോട്ടോടൈപ്പ് എന്ന് പേരിട്ടിരിക്കുന്നത്. അത് ശരി. നമ്മളൊക്കെ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയി ഇറങ്ങിയൊരു മനുഷ്യനാണ് ഞാനൊക്കെ. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തു. സ്കില്ല് ഡെവലപ്പ് ചെയ്തപ്പോൾ മനസ്സിലായി സ്കില്ലിനാണ് വാല്യൂ. നമ്മൾ കാണിക്കുന്ന സർട്ടിഫിക്കറ്റിനേക്കാളൊക്കെ കൂടുതൽ സ്കില്ലിന് ഭയങ്കര വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഡെവലപ്പ് ചെയ്ത കുറച്ച് സ്കില്ലുകൾ വെച്ചിട്ട് നല്ല കമ്പനികളിൽ ടീം ലീഡൊക്കെ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു രീതിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ ബിൽഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ കോളേജുകളിലൊക്കെ ഇറങ്ങുന്ന 90% ആൾക്കാർക്കും ജോലി കിട്ടാത്തൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടണം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ റെഡി ആയിട്ട് ഒരാൾ വന്നോ, അവൻ കംപ്ലീറ്റ് ചെയ്തോ, അവനെ ജോബ് IT ജോബ് കിട്ടണം.
അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പേരിട്ടു, ബ്രദർ പ്ലസ് പ്രോട്ടോടൈപ്പ് തന്നെ പേര്, പ്രോട്ടോടൈപ്പായി. പ്രോട്ടോടൈപ്പ്. ഈ പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുള്ള ഒരു പരാതി എന്ന് പറയുന്നത് 100% ജോബ് ഗ്യാരണ്ടി എന്നുള്ളത് അവർ ആവർത്തിച്ച് പറയും. ഒരു കുട്ടി പഠിക്കാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് പലപ്പോഴും അതിനകത്ത് കുറേ നൂലാമാലകളുണ്ട്. അങ്ങനെ ചെയ്താലേ ജോലി തരുണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ ചെയ്താലേ ജോലി തരുണ്ടായിരുന്നുള്ളൂ. ഇത്തരത്തിലുള്ള എന്തെങ്കിലും കുരുക്കുകൾ പ്രോട്ടോടൈപ്പിനകത്തുണ്ടോ? അത് തീർച്ചയായിട്ടും വേണ്ടി വരും. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾ കോഴ്സ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അയാളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ്സാവാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. അത് സത്യമാണ് അല്ലേ? അപ്പോൾ ഒരു എല്ലാ കുട്ടികളിലും എങ്ങനെ പഠിക്കുന്നില്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അവർ വന്നിരുന്ന് പഠിച്ച കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഫൈനൽ എക്സാം ഉണ്ട്, ഫൈനൽ എക്സാം പാസ്സാകുന്ന എല്ലാവർക്കും നമുക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷവും, അതും 40,000 ആവറേജ് സാലറി, മന്ത്ലി സാലറിയിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിൽ മറ്റു പല ഫീൽഡിലും 20,000 15,000 കിട്ടുന്ന സമയത്താണ് നമ്മൾ 40,000 ആവറേജ് സാലറിയിൽ. അത് ഈവൻ +2 സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, വേറെ ഡിഗ്രിക്കാർ വന്നിട്ടുണ്ട്, BBA, BCom, BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ്. അതേപോലെ +2 ഒരു എനിക്ക് 35% +2 സ്റ്റുഡൻസ് ഉണ്ട്, 800+ +2 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ പല ഫീൽഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ ഈ ഇത്രയും സാലറിയിൽ നമ്മൾ പ്ലേസ്ഡ് ആക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് പറയണത്. സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ നല്ല കമ്പനിയിൽ ജോലി കിട്ടാനുണ്ട്. പിന്നെ വാ തുറന്ന് സംസാരിക്കാൻ പറ്റണം. പലർക്കും സംസാരിക്കാൻ പേടിയാണ്, ഇന്റർവ്യൂവിൽ സംസാരിക്കാൻ പേടിയാണ്, പ്രസന്റേഷൻ ചെയ്യാൻ പേടിയാണ്. ഇതൊക്കെ നമ്മൾ മാറ്റം വരുത്തണം. പിന്നെ ഇംഗ്ലീഷ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എന്തായാലും സെറ്റ് ചെയ്യണം. ബിക്കോസ് IT കമ്പനീസ് എല്ലാം വിദേശത്തുള്ള പല ആൾക്കാരുമായിട്ടാണ് ഡിസ്കഷൻ വരിക. അപ്പോൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെ. ഓ, അത് ശരി. അതായത് ഇപ്പോൾ എനിക്ക് പ്രോട്ടോടൈപ്പിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നൊക്കെ ഞാൻ എങ്ങനെ അറിയാൻ സാധിക്കുക? അവിടെയാണ് നമ്മൾ എല്ലാവരെക്കാളും ഡിഫറൻ്റ് ആയിട്ടൊരു സംഭവം ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോഴ്സിന്റെ ഫീനെ വെച്ചിരിക്കുന്നത് പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് ഓപ്ഷനിലാണ്. അതായത് ജോലി കിട്ടിയിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷനാണ് വെച്ചിട്ടുള്ളത്. അപ്രണ്ട് പേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ജോലി കിട്ടിയിട്ട് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പല ഫീൽഡിൽ വരുന്ന ആൾക്കാർക്ക് അറിയില്ല എനിക്കിത് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത്. അപ്പോൾ അവർക്കൊരു 10 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്പ് കൊടുക്കും നമ്മൾ ആദ്യം, നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അവർ വന്ന് അഡ്മിഷൻ എടുത്ത് 10 ഡേയ്സിൻ്റെ ഒരു ചെറിയ എമൗണ്ട്, ഒരു 15,000 ഒക്കെ പേ ചെയ്തിട്ട് അവരൊരു അഡ്മിഷൻ എടുത്തിട്ട് അവർ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യും. ഈ 15 ദിവസത്തെ വർക്ക്ഷോപ്പിൽ നമ്മൾ അവർക്ക് ബേസിക് കോഡിങ്, ഇപ്പോൾ IT പഠിക്കേണ്ട കുറച്ച് സ്കില്ലുകളും, ഇപ്പോൾ AI വന്നപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സംഭവം പഠിപ്പിക്കും. അവരുടെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്, കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക്ഷോപ്പാണ്, അവരുടെ ലൈഫെ മൊത്തത്തിലേ മാറും. ആ വർക്ക്ഷോപ്പ് കഴിയുമ്പോൾ അവസാനം ടെസ്റ്റ് നടത്തും. ഈ ടെസ്റ്റ് പാസ്സാവുന്ന ആൾക്കാരെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ ടെൻഡർ ചെയ്യുക. അപ്പോൾ ആർക്കും ഒന്ന് ട്രൈ ചെയ്യാം. ഇനി പാസ്സായില്ല അവർക്ക് ഒരു ചാൻസ് കൂടെ ഒക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പാസ്സാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ഫുൾ എമൗണ്ട് നമ്മൾ റിട്ടേണും കൊടുക്കും. അപ്പോൾ ആർക്കും വന്ന് എന്താണ്, അവർക്കൊരു പേടി വേണ്ട, എന്നുള്ള പേടി വേണ്ട. അപ്പോൾ അവർ വന്ന് ട്രൈ ഔട്ട് ചെയ്യുന്നു, അവർ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അവരെ ലാപ്ടോപ്പ് വെച്ച് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നല്ലൊരു കരിയറാണ്, ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ കിടക്കുന്നത്. അത് നല്ലൊരു 40 മുതൽ ഒരു 1 lakh വരെ മന്ത്ലി സാലറി മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കേജ് അവർക്ക് അച്ചീവ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് അച്ചീവ് ചെയ്യാം. +2 കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് വന്ന് ഒരു അറ്റംപ്റ്റ് നടത്താൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഏത് +2 സയൻസ് എന്നുള്ള മാൻഡേറ്ററി ഒന്നുമില്ല. പല ഫീൽഡിൽ വന്ന ആൾക്കാർ സാലറി മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് +2 കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എത്ര കാലമാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ? അപ്പൊ എങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണോ ക്ലാസ്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ്? 9 to 5:30 ആണ് ക്ലാസ്സിന്റെ ഒരു ടൈമുള്ള ഡെയിലി, ഒരു Monday to Friday ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അപ്പൊ അതിനകത്ത് ടീച്ചേഴ്സ് ഇല്ല എന്ന് ഞാൻ കേട്ടു. അപ്പൊ ടീച്ചേഴ്സ് ഇല്ലാതെ നമ്മൾ ഈ 9 to 5:30 എന്ത് ചെയ്യും? ടീച്ചേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡൻസിന് നമുക്ക് മെൻറ്റേഴ്സായിട്ട് ടെക്കി ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും, മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ അവർക്ക് വീക്ക്ലി ഗൈഡൻസ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഈ വീക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ സിലബസിന് നമ്മൾ ഓരോരോ വീക്കുകളായിട്ട്, അല്ലെ ആ വീക്കുകൾ മോഡ്യൂളുകളായിട്ട് നമ്മൾ വിളിക്കുക, ഓരോ മോഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മോഡ്യൂളുകൾ എന്ത് ചെയ്യണം എന്നുള്ള അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിന് ടാസ്ക് ഷെയർ ചെയ്യും. ഒരു നമ്മളെ ടൂൾ ഉണ്ട്, ടാസ്ക് ഷെയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരോട് പറയും ഇത് ഇന്ന രീതിയിലാണ് റിസർച്ച് നടത്തേണ്ടത്. അപ്പോൾ ആ റിസർച്ചിലൂടെയാണ് കുട്ടികൾ കയറുന്നത്. അപ്പോൾ പുതിയൊരു ഫീൽഡിൽ വന്ന ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, വലിയൊരു സംഭവം നമ്മൾ കൊടുക്കില്ല. ചെറിയൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന, ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ കൊടുക്കുള്ളൂ. ഇത് അവരെ കൊണ്ട്
ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ചെയ്യിപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് ശരിയാണോ നോക്കുന്നത് ഗൂഗിൾ മീറ്റിൽ വീഡിയോ കോൾ ഇന്റർവ്യൂ ആണ്, കമ്പനികൾക്ക് നടക്കുന്ന പോലെ ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂ നടത്തുന്നത് ഇതേ ഫീൽഡിൽ ഒരു 3 ഇയറെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള IT എഞ്ചിനീയേഴ്സ്, മറ്റ് പല കമ്പനീസും വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അവരാണ് ഇവരെ നോക്കുന്നത്, ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലം തന്നെ അതാണ്. പല കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 60-70% ടീച്ചേഴ്സിനും IT ഫീൽഡിൽ അല്ലെങ്കിൽ അവരുടെ അതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അവർ ഡിഗ്രി എടുക്കുന്നു, PG എടുക്കുന്നു, സബ്ജക്റ്റ് പഠിക്കുന്നു, അതുപോലെ അത് മാത്രമാണ്. അപ്പോൾ അവർക്കും അറിയില്ല എന്താണ് കുട്ടികൾക്ക് സംഭവിക്കാൻ പോണത് വർക്ക് ചെയ്യുമ്പോൾ എന്നുള്ളത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഇവരെ ഗൈഡ് ചെയ്യണത്, ഇവരെ ഈ വീക്കിലി റിവ്യൂ ചെയ്യുന്നത് ഇവരെല്ലാവരും ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ്. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഇൻഡസ്ട്രിക്ക് വേണ്ട റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കുട്ടികൾ സെറ്റായി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും സാലറി കിട്ടുന്നത്. പലരും അത്ഭുതത്തോടെ ഈ 40,000 രൂപ സാലറി ഫ്രഷർക്ക് കിട്ടുക, +2 കാരന് കിട്ടുമോ, 1 lakh സാലറി +2 കാരന് കിട്ടുമോ? അപ്പോൾ ഇതൊക്കെ കിട്ടാൻ കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ നോളേജാണ്. ഈ നോളജിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പണി. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ +2 പാസ് ഔട്ടായി, പ്രോട്ടോടൈപ്പിൽ വന്ന് 1 വർഷത്തെ കോഴ്സ് എടുത്ത് എനിക്കൊരു ജോലി പ്ലേസ്ഡ് ആയി. അതേ സമയത്ത് +2 കഴിഞ്ഞ് 3 വർഷത്തേക്ക് BCAക്കോ അല്ലെങ്കിൽ അതിനുശേഷം MCAക്കോ ഒക്കെ പോയി കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്ന അല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുന്ന ആൾക്ക് ഒരുപക്ഷെ വലിയ പോസ്റ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടാവും. ഇത് എൻ്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് +2 ആണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉയർന്ന പോസ്റ്റുകളിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ, അപ്പോൾ പിന്നെ ഞാൻ ഡിഗ്രിക്ക് പോകുന്നതല്ലേ നല്ലത് എന്നൊരു ചിന്ത വരില്ലേ? അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇത് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ചിന്തയാണ്, ഡിഗ്രി എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ ജോലി കിട്ടുള്ളൂ എന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പാരൻസിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു, ഡിഗ്രി എടുത്ത അല്ലെങ്കിൽ PG എടുത്ത ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാറിയിട്ട് ഡിഗ്രി ഇല്ലെങ്കിലും സ്കില്ലുണ്ടോ അതിന് വാല്യൂ കൊടുക്കുന്ന രീതിയിലോട്ട് മാറി. ഇപ്പോൾ ഗൂഗിളും ഫേസ്ബുക്കും ഇവരെല്ലാവരും വലിയ വലിയ കമ്പനീസ് അടക്കം മാറിക്കഴിഞ്ഞു. ഡിഗ്രി അല്ല മാറ്റർ, സ്കില്ലാണ് മാറ്റർ എന്നുള്ള രീതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പയ്യൻ വർക്ക് ചെയ്യുന്നത്, അർഷാദ് എന്ന് പറഞ്ഞ പയ്യനുണ്ട്, ഒരു 42 LPA US വർക്ക് ചെയ്യുന്ന പയ്യനുണ്ട്. US കമ്പനിയിൽ റിമോട്ടായിട്ട് ഇവിടുന്ന് വർക്ക് ചെയ്യുന്ന പയ്യൻ. നമ്മുടെ ചാനൽ കണ്ടു പഠിച്ച ഒരാളാണ്. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ട്യൂട്ടോറിയൽസ് ഉണ്ട്, കണ്ടു പഠിച്ച് സെറ്റ് ചെയ്ത ഒരാളാണ്. ഈവൻ കോഴ്സ് പോലും ചെയ്തിട്ടില്ല, പക്ഷെ 42 LPAക്കാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അതുപോലെ 12 LPA 15 LPA മേടിക്കുന്ന അലൻ എന്ന് പറഞ്ഞ +2 സ്റ്റുഡൻറ്റ്, 12 LPA മേടിക്കുന്ന ഇഷാം എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ്, ഇങ്ങനെ പല സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ 1 ലക്ഷം രൂപ മന്ത്ലി സാലറി കയ്യിലെടുക്കുന്ന ആൾക്കാരാണ്. മിനിമം അല്ലേ? അപ്പൊ ഇവർക്കൊക്കെ ഹയർ പൊസിഷനിലോട്ട് ഓരോ വർഷം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് പ്ലേസ്ഡ് ആയപ്പോൾ 2300 പ്ലേസ്മെന്റ് നമുക്ക് നടന്നിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. അതില് 800+ പ്ലേസ്മെന്റ് +2 മാത്രമാണ്. അപ്പൊ ഇവർക്ക് ആർക്കും എന്ത് സംഭവിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഞങ്ങൾക്ക് പ്രൂഫാണുള്ളത്. നമുക്ക് പറയേണ്ടത് എന്താണ്, നമുക്ക് പ്രൂഫ് വെച്ച് സംസാരിക്കേണ്ടത്. ഈ 800+ ആൾക്കാർക്ക് കമ്പനികളിൽ എന്ത് സംഭവിച്ചിട്ടില്ല, അവരൊക്കെ നമ്മൾ സ്കിൽഡ് ആയിട്ടാണ് കയറ്റി വിട്ടിട്ടുള്ളത്. ശരിക്കും കോളേജ് എഡ്യൂക്കേഷൻ എന്തിനാ? ബേസിക്കലി നമുക്ക് ഇവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ തന്നെയാണ്. നമ്മൾ കോളേജ് വേണ്ടാന്നും പറയുന്നില്ല. നമ്മൾ പറയുന്ന മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, +2 കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 1 year 2 year 3 year ഒക്കെ പലരും നീറ്റായിട്ട് എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ ആയിട്ട് കളയുന്ന ആൾക്കാർ അല്ലെങ്കിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഒരു ഇൻകം അച്ചീവ് ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം ഇൻകത്തിൽ വേണമെങ്കിൽ കോളേജിൽ പഠിക്കാൻ പറ്റും, ഇല്ലേ? അപ്പോൾ പലരും ചോദിക്കും, അപ്പോൾ കമ്പനിയിൽ പോകണ്ടേന്ന്. ഇല്ല, റിമോട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. കോളേജിൽ പഠിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അത് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ നമ്മളെ കൂടെ തന്നെ വേണമെങ്കിൽ ഡിഗ്രി എടുക്കാനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡിഗ്രി വേണം, അതായത് ഇവിടെ വന്ന് ഒരാൾ പഠിക്കാൻ വരികയാണ്, അപ്പോൾ അവർക്ക് ഡിഗ്രി വേണമെന്ന് മാൻഡേറ്ററി ആയിട്ട് അവർക്കും അവരുടെ പാരൻസിനും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് കൂടെ അവർക്ക് ആ ഫസ്റ്റ് ഇയറിന്റെ ഡിഗ്രി കൂടി കംപ്ലീറ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ കയറിയതിനു ശേഷം ബാക്കി 2 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഈ സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ഡിഗ്രിയാണ് നമ്മൾ കൊടുക്കുന്നത്, ഇവർ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇവിടെ നിന്ന് ഇടേണ്ടി വരുന്നില്ല. പിന്നെ വർക്ക് ചെയ്യാൻ കയറി കഴിയുമ്പോൾ അവർക്ക് ഓൺലൈൻ ഡിഗ്രി സബ്ജക്റ്റുകൾ പേപ്പറുകൾ പാസ്സായാൽ മതി. ഇവിടുന്ന് അത്രയും ഡീപ്പായിട്ട് നമ്മൾ സ്കില്ല് പഠിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഏത് സബ്ജക്റ്റും പാസ്സാവാൻ എളുപ്പമാണ്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ നമ്മൾ ഒരിക്കലും ഇതൊക്കെ പറയുമ്പോൾ ഡിഗ്രിക്ക് എതിരല്ല കേട്ടോ. നമ്മൾ പറയുന്നത് IIT പോലെ അല്ലെ NIT പോലെ Tier 1 കോളേജുകളിൽ പോകുന്നത് നമ്മളും പ്രിഫർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് ചിലപ്പോൾ ഒരു 1000 ആൾക്കാർക്ക് മാത്രം ലിമിറ്റ് ചെയ്തുള്ള സംഭവമാണ്, അല്ലേ? അല്ലാത്ത ഒരുപാട് പേരുണ്ട്, അല്ലെ? അല്ലാത്തൊരു 95% ആൾക്കാർ സാധാരണ കോളേജുകളിൽ പോയിട്ട് ചുമ്മാ സമയം കളയുന്നൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം അവർക്ക് മാറി ചിന്തിക്കാവുന്ന ഒരു അവസരമാണ്.
കറക്റ്റ് ആണ്. അല്ലേ? ഒരു 5% കാര്യം എല്ലാം ഞങ്ങൾ അഡ്രസ് ചെയ്യണത്. ആ 5% ആൾക്കാർ എന്തായാലും IIT എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. അവർ എക്സ്ട്രാ ഓർഡിനറി ആണ്. അവർക്ക് ഒരുപാട് എന്താ പറയുക നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് IIT-ലേക്ക് പോകുമ്പോൾ. ബിക്കോസ് അവരുടെ സീനിയേഴ്സ് ആയിരിക്കും പല വലിയ കമ്പനിയുടെ ടോപ്പിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി, ബ്രാൻഡിങ്, ഇപ്പം നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ IIT ഡ്രോപ്പ് ഔട്ടാന്ന് പറഞ്ഞാൽ പോലും കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്. IIT പാസ്സാന്ന് പോലും പറയണ്ട. അപ്പോൾ ആ വാല്യൂ കിട്ടുന്ന ടയർ 1 കോളേജുകൾ നമ്മൾ പോകണം തന്നെയാണ് പറയണത്, അവിടെ കിട്ടുകയാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ അവർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു പ്രോഗ്രാം പ്രിഫർ ചെയ്താൽ നല്ല പാക്കേജ് അച്ചീവ് ചെയ്യുക. ഇതിന് പുറമെ വേണ്ടത് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ അച്ചീവ് ചെയ്യാനും പറ്റും. ഡിഗ്രി വേണം നിർബന്ധമുള്ളവർക്ക്. ഇനി ഡിഗ്രി ഇല്ലാതെ, നേരത്തെ ചോദിച്ച ഡിഗ്രി ഇല്ലാതെ ഹയർ പൊസിഷനിലോട്ട് പോകാനും പറ്റും. ഇവിടെ ഞാനടക്കം പോയിട്ടുമുണ്ട്. ആണല്ലേ? ഇതിപ്പോ ബ്രോട്ടോ ടൈപ്പിൽ നമ്മൾ ഇത് ഓൺലൈൻ കോഴ്സായിട്ടും ഓഫ്ലൈൻ കോഴ്സായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരുന്ന് അവിടെ ഒരു ഗൈഡിന്റെയോ ഒരു മെന്ററിന്റെയോ സഹായത്തോടു കൂടി നമുക്കിത് നേടിയെടുക്കാൻ പറ്റും. ഈ ഓൺലൈൻ ആണെങ്കിൽ ആ ഫെസിലിറ്റി എങ്ങനെയായിരിക്കും? അവരും 8 hours ഡെയിലി സ്പെൻഡ് ചെയ്യണം. അവർക്ക് ലാപ്ടോപ്പ് വേണം, ഒരു വർക്ക്ഷേഷൻ വേണം, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് വേണം. അപ്പോൾ അവരുടെയും ആക്ടിവിറ്റീസ് ഡെയിലി, ഇപ്പോൾ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് ഡെയിലി 1 hour നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഗൂഗിൾ മീറ്റിലായിരിക്കും അവരുടെ ആ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. അതുപോലെ അവരുടെ ഇന്റർവ്യൂസ് വീക്കിലുള്ള അവർക്ക് ഗൈഡൻസ് സെഷൻസ് ഇതെല്ലാം ഓൺലൈനിൽ നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കും. വീഡിയോയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഗൂഗിൾ മീറ്റിംഗ് ഇതിലൂടെ കൊടുക്കുന്നു. അതായത് ഇപ്പൊ എല്ലാവർക്കും ഇവിടെ വന്ന് പഠിക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ എന്തെങ്കിലും ഒരു സൗകര്യങ്ങൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ കൊടുക്കുന്നുണ്ടോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാല് ഒരുപാട് പീർ, അതായത് സെയിം ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. ഇവരുടെ കൂടെ ഡിസ്കസ് ചെയ്ത് പഠിക്കാം. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനൊക്കെ പ്രസന്റ് ചെയ്ത് പോസ്റ്റേഴ്സ് എങ്ങനെ നമ്മൾ ബോഡി എങ്ങനെ കീപ്പ് ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, അത് നമ്മൾ ഗൂഗിൾ മീറ്റിൽ ഇരുന്ന് പ്രസന്റ് ചെയ്യണതും നമ്മളൊരു പബ്ലിക് ഓഡിയൻസിന് മുന്നിൽ നിന്ന് പ്രസന്റ് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങളൊക്കെ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ കിട്ടും. അതുകൊണ്ട് പ്രിഫർ ചെയ്യണ കൂടുതലും ഇവിടെ വന്ന് പഠിക്കാൻ തന്നെയാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യണത്. ഇപ്പൊ ഒരുപാട് പേരെ സോഫാർ പഠിപ്പിച്ച് പുറത്തിറക്കി നല്ല രീതിയിൽ പ്ലേസ്ഡ് ആക്കിയിട്ടില്ലേ? ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? അതായത് കോഡിങ്ങിലാണോ, അതോ അവരുടെ കോൺഫിഡൻസിലാണോ, അവരുടെ ലാംഗ്വേജിലാണോ, എന്തിലാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്? കോൺഫിഡൻസിലാണ്. ആണോ? നമ്മൾ പലപ്പോഴും വിചാരിക്കും ടെക് സ്കില്ല് ബിൽഡ് ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ടുന്നത്. പക്ഷേ ടെക് സ്കില്ല് ബിൽഡ് ചെയ്യാൻ ഞങ്ങൾക്ക് തോന്നിയതോളം ഭയങ്കര എളുപ്പമാണ്, കുറച്ചുകൂടി എളുപ്പമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതേസമയം ഇവർക്ക് സംസാരിക്കാനുള്ള ധൈര്യം വരിക, ഇത് ഭയങ്കര പാടാണ്. എസ്പെഷ്യലി നമ്മൾ സൗത്ത് ഇന്ത്യ, നമ്മൾ പല കമ്പനീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ തന്നെ പ്ലേസ്ഡ് ആയ പല കമ്പനീസിലെ ഫൗണ്ടേഴ്സിനെ പോയി മീറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി, സ്റ്റുഡൻസ് എങ്ങനെയുണ്ട്, അവരെങ്ങനെയാണ്, ഒരു 1 year നമ്മളങ്ങനെയൊക്കെ പോയി മീറ്റ് ചെയ്യും അവരെ. പല കമ്പനീസിലും പോയി മീറ്റ് ചെയ്ത് സംസാരിക്കാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻസ്, കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സ്റ്റുഡൻസിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാനുള്ള ധൈര്യമില്ല. അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൂട്ടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എവിടെയാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ആദ്യത്തെ പ്ലേസ്മെന്റ് ഒക്കെ നടന്നപ്പോൾ പല മീറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ടെക് സ്കില്ല് ഇവർ ഓക്കെയാണ്, കമ്പനി ചെയ്യാൻ പറ്റുന്ന എത്രയും സൂപ്പറായ IIT-കാരൻ്റെ കൂടെ ഇരുത്തിയാലും അവനേക്കാളും സൂപ്പറായിട്ട് കോഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ പിള്ളേർ. അപ്പോൾ പക്ഷേ ഒറ്റ പ്രോബ്ലം ഇവർക്ക് സംസാരിക്കാനുള്ള ധൈര്യമില്ല. അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിന് എന്താ ചെയ്യുക? ബ്രോട്ടോ ടൈപ്പിൽ ഈ ഒരു പ്രശ്നം ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് എന്താ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക? ഒറ്റ പരിപാടിയുള്ളൂ, ഇവരെ കൊണ്ട് സംസാരിപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനുള്ള ധൈര്യം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ എന്ത് ചെയ്തിട്ട് ഇതിന് ധൈര്യം കിട്ടൂല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറേ മോഡ്യൂൾസ് ഡിഫൈൻ ചെയ്ത് ഇവരെ കൊണ്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക. ഡെയിലി 1 hour ഇവർക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ അതുപോലെ ചില ഏരിയാസ് ഇംഗ്ലീഷ് സോൺ തന്നെ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അവർ ഇൻട്രാക്ട് ചെയ്യുന്ന ഫുൾ ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ സംസാരിക്കാത്ത ആൾക്കാർ. ചിലർക്ക് മലയാളം പോലും സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ആൾക്കാരാകുമ്പോൾ എന്ത് സംഭവിക്കും? അത് കോൺഫിഡൻസിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഇത് രണ്ടും ഇമ്പ്രൂവ് ചെയ്യണം. ഇത് രണ്ടിനും നമ്മൾ ഇറക്കി വിടുക എന്ന് മാത്രമേ, അത് പബ്ലിക്കിലോട്ട് ഇറക്കി വിടുക അല്ലെങ്കിൽ ഒരു വേദീനെ അഭിസംബോധന ചെയ്യാന്നുള്ള മാത്രമേ അവിടെ വഴിയുള്ളൂ. അത് കണ്ടിന്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ചെയ്ത് കഴിയുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് നോർമൽ ഇതായിട്ട് മാറും. കൃത്യമായി ട്രെയിനിങ് കൊടുക്കുമ്പോൾ കുട്ടികളിൽ അങ്ങനെ ഭയങ്കരമായ മാറ്റങ്ങൾ വിസിബിൾ ആണോ? ഭയങ്കര വിസിബിൾ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ എനിക്കിപ്പോൾ ഞാനൊക്കെ അന്ന് സ്റ്റുഡൻസുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ടൈമാണ്. അന്നത്തെ ഒരു പ്ലേസ്മെന്റിന്റെ ഒരു വീഡിയോയിൽ ഒരു സ്റ്റുഡൻറ്റ് പാട്ട് പാടുന്നൊരു വീഡിയോ ഉണ്ട്. അവൻ്റെ ഉമ്മ അത് കണ്ടിട്ട് കരയുന്നുണ്ട്. അവൻ്റെ ഉമ്മ അന്ന് വരെ അവൻ പാട്ട് പാടുന്നത് കേട്ടിട്ടില്ല. അവൻ ജനിച്ച് ഒരു ഡിഗ്രി കഴിഞ്ഞവരെ വീട്ടിലിരുന്ന ആളാണ്. അവൻ ഒരു പാട്ട് പാടുന്ന അവൻ്റെ ഉമ്മ കേട്ടിട്ടില്ല. ഇതൊരു എക്സാമ്പിളാണ്. ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്.
ഭയങ്കര ചേഞ്ച്. അതായത് അവർ വന്ന് ആളെ അല്ല, പാരൻസ് ഞെട്ടിപ്പോകുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ. സംസാരിക്കാൻ അതുവരെ ഒരു പുറത്തൊരാൾക്കാർ, മിണ്ടാത്ത ആൾക്കാർ, സംസാരിക്കാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി, ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര, അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ, അങ്ങനെ ഒരുപാട് എന്താ പറയുക, സന്തോഷത്തിന്റെ കണ്ണുനീര് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പാരന്റ്സ് അങ്ങനെ മാറ്റം പറഞ്ഞിട്ടുണ്ട്. ബ്രോട്ടോടൈപ്പ് മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഈ ചാനൽ സെർച്ച് ചെയ്യാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചാനലിൽ അടിസ്ഥാനപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ചാനലൊരു IT പഠിക്കേണ്ട ഒരാൾക്ക് ബേസിക്കായി പഠിക്കേണ്ട എല്ലാ ട്യൂട്ടോറിയൽസും കാര്യങ്ങളും അവിടെ ഉണ്ട്. ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടല്ല, നമുക്ക് അതായത് നമുക്ക് അറിയാവുന്ന എല്ലാ സബ്ജക്റ്റും ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളോട് ഇനി ആരും പറയരുത് എന്ത് നിങ്ങളെല്ലാം പെയ്ഡ് കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെ പറയാനേ പാടില്ല എന്നുള്ളത്. ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ എന്ത് പറ്റുമോ, ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ പഠിക്കുന്ന മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഫുൾ സ്റ്റാക്ക് ആയിക്കോട്ടെ, മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഗെയിം ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അങ്ങനെ പല ഫീൽഡ് ഉണ്ട്. ഇതിലൊക്കെ എന്ത് പഠിക്കാൻ പറ്റുമോ, ഈ സ്റ്റുഡൻറ്റ് എത്രത്തോളം പഠിക്കുന്നുണ്ട്, അത് ഫുള്ള് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട്, ഫുൾ ട്യൂട്ടോറിയൽ. അതിരുന്ന് പഠിച്ചാൽ തന്നെ ജോലിക്ക് കയറി ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ജോബിൻ സെൽവാനാസ് എന്നുള്ള സ്റ്റുഡന്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അർഷാദ് 42 LPA മേടിച്ചത്. ജോബിൻ സെൽവാനാസ് 12 LPA മേടിച്ചതാണ്. +2 കഴിഞ്ഞ പിള്ളേരാണ് ഇവർ. നമ്മുടെ ചാനൽ കണ്ട് തുടങ്ങിയ ആൾക്കാരെ പഠിക്കാണ്. അപ്പോൾ അങ്ങനെ പഠിച്ച് അവിടെ നിന്ന് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ AI വന്നപ്പോൾ കോഡിങ്ങിനേക്കാളും കൂടുതൽ AI ടൂളുകൾ വെച്ചിട്ട് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിലൂടെ ഈ സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ കോഴ്സിലേക്ക് വരുമ്പോൾ അതിലെന്താ പുതിയതായിട്ടുള്ളത്? ഇതിൽ ബേസിക്കലി നമ്മുടെ നാട്ടിലൊരു പ്രോബ്ലം, നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലായിടത്തുള്ള പ്രോബ്ലം ആണോ അറിയില്ല, എന്ത് ഫ്രീ ആയിട്ട് കിട്ടിയാലും അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു 5% ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതിലാണ് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞപ്പോൾ എണ്ണി പറഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ അങ്ങനെയാണ് പാസ്സായി അവർ ജോലിയിലോട്ട് കയറുന്നത്. ഇരുന്ന് പഠിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അത്രയും വേറെ എവിടെയും കിട്ടൂലെന്ന്. ഇന്നിപ്പോൾ നമ്മൾ പഴയ കാലത്തെ പോലെ ഒരു കോളേജിൽ പോയി അവിടുത്തെ ലൈബ്രറി എടുത്ത് ഒരു ബുക്ക് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കുറച്ചുകൂടി എളുപ്പമാണ്. ജെമിനിയും ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കോണ്ടന്റ് ഏത് രീതിയിൽ വേണം പഠിക്കാം. അപ്പോൾ അതിനുള്ള അവസരമുണ്ട്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതിലാണ് ഈ കോണ്ടന്റ് ഒക്കെ ഞങ്ങൾ ഫ്രീ കൊടുക്കുന്നത്. പക്ഷെ 5% ആൾക്കാരെ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അവർക്ക് ഡെയിലി മോട്ടിവേഷൻ, അവർക്ക് ഡെയിലി ഫോളോ അപ്പ് ഉണ്ടാവില്ല, പിന്നെ ഡെയിലി മോട്ടിവേഷൻ ഉണ്ടാവില്ല. പിന്നെ വീട്ടിലിരുന്ന് ഒരു ലാപ്ടോപ്പ് വെച്ചിരുന്ന് പഠിക്കുമ്പോൾ വീട്ടുകാർ ചോദിക്കും എന്താ മോനെ കമ്പ്യൂട്ടറിന് മുന്നിൽ പരിപാടി എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ആൾക്കാർ ഇതിന് വന്ന് ഒരു വാല്യൂ കൊടുക്കാത്തതിന്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാടാണ് പഠിച്ച് പാസ്സാവുക എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള പാടാണ്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ജോബ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻസ് നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. അത് പാടാണ്. അവിടെയാണ് നമ്മൾ അതും കൂടി ഒരു വാല്യൂ വരും. അതായത് ഇപ്പോൾ ടെക്ക് പഠിക്കാനത് ഓക്കെയാണ്, പക്ഷെ അതേസമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റൂല. ഒന്ന് ടെക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ 5% ഉള്ളൂ. ഇനി കംപ്ലീറ്റ് ചെയ്യുന്ന ആൾ തന്നെ സംസാരിക്കാൻ ധൈര്യപ്പെടുന്ന ആൾക്കാർ കുറവായിരിക്കും. ഇനി സംസാരിക്കാൻ പഠിച്ചാലും കമ്പനികൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുക, എങ്ങനെ മെയിൽ അയക്കാം, എങ്ങനെ അവരെ ലിങ്ക്ഡിനിൽ കോൺടാക്ട് ചെയ്യാം, എങ്ങനെ അവരെ ഫോൺ വിളിച്ച് സംസാരിക്കാം, അതിൽ എന്ത് പറയണം എന്ത് പറയരുത്, സാലറി അവർ ഓഫർ ചെയ്യുമ്പോൾ എന്ത് നെഗോഷിയേറ്റ് ചെയ്യണം, എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ആ കമ്പനി ഓക്കെ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പം നമ്മളെപ്പോലെ ടീം കൂടെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് അതും കൂടെ വെരിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് സോൾവ് ചെയ്യാൻ നമ്മളവിടെ ചെല്ലാണ്. അപ്പൊ ആ ഒരു ഫുൾ സപ്പോർട്ട് വേണം അല്ലെ. അപ്പൊ ആ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മൾ ശരിക്കും കൊടുക്കുന്നത്. ബ്രോട്ടോടൈപ്പിന് നിലവിൽ എത്ര കമ്പനികളുമായിട്ട് ടൈപ്പ് ഉണ്ട്? 100 കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ഒരുപാട് കമ്പനികൾ ഈവൻ 100+ പ്ലേസ്മെന്റ്സ് ഒക്കെ നടത്തിയ കമ്പനി ഉണ്ട്. ഈവൻ 5.56 LPA ആവറേജ് സാലറിയിൽ പ്ലേസ്മെന്റ് ആക്കിയ കമ്പനീസ് ഉണ്ട്. എല്ലാ ഇപ്പോൾ MNCസിലൊക്കെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതിന് പുറമെ ഒരുപാട് സ്റ്റാർട്ടപ്സിൽ ഹൈ സാലറി കൊടുക്കുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ, ഫണ്ട് റേസ് ചെയ്തുള്ള കമ്പനികൾ, US ബേസ് ആയിട്ടുള്ള കമ്പനികൾ, UK ബേസ്, ജർമ്മൻ ബേസ് ഉള്ള കമ്പനികളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എത്ര സിൻസിയർ ആയിട്ട് നമ്മൾ ഈ കോഴ്സ് കൊടുത്താലും നമുക്കുള്ള കാര്യങ്ങളൊക്കെ എത്ര കാര്യമായിട്ട് കൊടുത്താലും ചില നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പഠിച്ചിറങ്ങുന്ന ചില കുട്ടികളുണ്ടാവും. അങ്ങനെ ബ്രോട്ടോടൈപ്പ് കേട്ടിട്ടുള്ള ഒരു നെഗറ്റീവ് എന്താണ്? തുടക്കത്തില് നമ്മള് ടീച്ചേഴ്സ് തീരെ ഇല്ലാതെ പഠിപ്പിക്കുകയായിരുന്നു. തീരെ ഗൈഡൻസ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ടാസ്ക് ഷെയർ ചെയ്യുക, അത് നോക്കുന്ന ഒരു ടൈം തുടക്കത്തിലുണ്ട്, 1-2 വർഷം. പിന്നെ ഞങ്ങളത് മാറ്റി. ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഗൈഡൻസിന്റെ ആവശ്യമുണ്ടെന്നും നമ്മൾ ഇച്ചിരി കൂടെ ഹാർഡായിട്ടാണ് നമ്മൾ ആദ്യം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 1 വീക്ക് ഫെയിൽ ആയാൽ തന്നെ പിന്നെ ചിലപ്പോൾ 1 വീക്ക് കൂടി ചാൻസ് കൊടുക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഹാർഡ് സിറ്റുവേഷൻ വെച്ചാൽ ഇവർക്ക് ഫിയർ കൊടുക്കുമ്പോൾ അവർ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്. പക്ഷേ അത് പലപ്പോഴും എന്താ പറയുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും അത് ഫെയിലായി പോകുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അവർ എന്തായാലും ഫെയിലായത് അവരെ കുറ്റം കൊണ്ടായാലും അവർ പഠിക്കാത്തതെന്ന് പറയില്ലല്ലോ.
അപ്പോൾ അങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് നമുക്ക് തുടക്കത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളത് എന്ത് ചെയ്തു വെച്ചാൽ അതിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി. അതായത് ഗൈഡൻസ് വേണം, വീക്കിലി ടാസ്ക് മാത്രം പോരാ, അതിന് ഗൈഡൻസ്, ടീച്ചർ ട്രെയിനിങ് ആവശ്യമുണ്ട് തുടക്കത്തിൽ, അത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അതേപോലെ ഈ പറഞ്ഞ വീക്കിലി ഫെയിൽ ആയാലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അത് പഠിക്കാൻ റിപ്പീറ്റ് ചെയ്ത് എക്സാം പാസ്സാവാനൊക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഓപ്ഷൻസ് ആഡ് ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരിക്കലും ഈ സിസ്റ്റം എന്ന് പറഞ്ഞത് പുതിയൊരു സിസ്റ്റമാണ്. തീർച്ചയായിട്ടും പുതിയൊരു സിസ്റ്റം എപ്പോഴും നാട്ടിൽ കൊണ്ടുവരുമ്പോൾ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് വേറൊരു സ്ഥലത്ത് നോക്കിയെടുത്ത് കൊണ്ടുവരാൻ പറ്റിയ സംഭവമല്ല. എപ്പോഴും സ്റ്റാർട്ടപ്പുകൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളത് ആദ്യം കൊണ്ടുവന്ന മോഡൽ റിസൾട്ട് ഉണ്ട്, പക്ഷെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഫെയിൽ ആവുന്ന ആൾക്കൊരു വിഷമമുണ്ട്. അപ്പോൾ അതും കൂടെ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഫണ്ണ് ആക്ടിവിറ്റീസ്, അതായത് പഠിത്തം മാത്രമായി കഴിയുമ്പോൾ ഇവർ ഭയങ്കര മൈൻഡ് ഔട്ട് ആവുന്നു. ഇപ്പോൾ 1 year പഠിത്തം മാത്രമായി കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോളേജിൻ്റെ വൈബ് ഇവർക്ക് നഷ്ടപ്പെടുന്നോ എന്നുള്ള പേടിയുണ്ടായിരുന്നു ഇവർക്ക്. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ ഈവൻ IV ട്രിപ്പ് പരിപാടികളൊക്കെ ആഡ് ചെയ്ത്, അതേപോലെ സൈക്കോളജിസ്റ്റുകളുടെ സപ്പോർട്ട്, ഹെൽപ്പ്, വളരെ കൂടുതൽ ഇവർക്ക് ഇപ്പോൾ മെൻ്റലി ആർക്കെങ്കിലും പേഴ്സണലി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഡിപ്രഷൻ, പേഴ്സണൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുക, അങ്ങനെ കുറേ കണ്ടീഷൻസ്. ഈ നല്ലൊരു സമയമാണല്ലോ, ഒരു 18 വയസ്സ് to 24 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ പലപ്പോഴും വീക്കായി പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാത്തരം സപ്പോർട്ടുകളും വേണം, പഠിത്തത്തിൽ മാത്രമാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഫൺ ആക്ടിവിറ്റീസ്, ആർട്സ്, സ്പോർട്സ്, ഇങ്ങനെ ആക്ടിവിറ്റീസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്, കോഴ്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ 18 വയസ്സിലുള്ള കുട്ടിക്ക് ഒബ്വിയസ്ലി വരാം. എത്ര വയസ്സ് വരെയുള്ള ആളുകൾക്ക് പ്രോട്ടോടൈപ്പിൽ പഠിക്കാൻ വരാം? 18 വയസ്സ് മുതൽ ഒരു 24 വയസ്സാണ് കൂടുതലും വരുന്ന ആൾക്കാർ. പിന്നെ ഈവൻ 43 ഏജ് വരെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. 43, അത് ശരി. 43-ക്കൊക്കെ ജോലി കിട്ടുമോ? ജോലി കിട്ടിയിട്ടുണ്ടോ? അത് ശരി. നമ്മുടെ ഇന്റർവെൽ കമ്പനി കയറിയ ഷാഹിദ എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ട്, ഹൗസ് വൈഫായിരുന്നു. അവർ 35+ ആ റേഞ്ചിലാണ്. പിന്നെ അതുപോലെ 43 ഏജിലുള്ള അരുൺ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അവർക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അവർക്ക് നല്ല 50-60 റേഞ്ച് സാലറിയിലായിട്ട് അവരൊക്കെ പ്ലേസ്ഡ് ആണ്. അത് ശരി. അപ്പോൾ ഇപ്പോൾ ഞാനൊരു കമ്പനിയിൽ കയറി, അല്ലെങ്കിൽ എനിക്കൊരു കമ്പനിയിൽ പ്ലേസ്മെന്റ് പ്രോട്ടോടൈപ്പിലൂടെ കിട്ടി, അതോടുകൂടി ആ കുട്ടിയായിട്ടുള്ള കണക്ഷൻ തീരുവാണോ? അതോ എനിക്ക് കുറച്ചു കാലം കഴിഞ്ഞ് എനിക്കൊരു കരിയർ ബ്രേക്ക് വന്നു, ഞാൻ ആ കമ്പനിയിൽ നിന്ന് പോയി, എനിക്ക് വീണ്ടും എനിക്കൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോട്ടോടൈപ്പ് സഹായിക്കുമോ? സഹായിക്കും. ഇതാണ് നമ്മളും. അപ്പോൾ മറ്റുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പേരിന് പ്ലേസ്മെന്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊരു ഇന്റർവ്യൂ നടത്തി കൊടുക്കുക എന്നുള്ള പരിപാടിയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ഒരു കുട്ടി പ്ലേസ്മെന്റ് ലിസ്റ്റിലൂടെ വന്നാൽ, അതായത് ഫൈനൽ എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഡെയിലി അവനെ ട്രാക്ക് ചെയ്യണം. എത്ര മെയിലുകളാണ് കമ്പനീനെ അപ്രോച്ച് ചെയ്യുന്നത്, എത്ര കോളുകളാണ് ചെയ്തിട്ടുള്ളത്, എന്താണ് പ്രോബ്ലംസ് അവിടെ ഉള്ളത്, നമുക്ക് സംസാരിക്കുമ്പോഴുള്ള പ്രോബ്ലംസ്, ഇൻ്റർവ്യൂസ് കഴിഞ്ഞാൽ അതിന് ഫോളോ അപ്പ് എടുക്കുക. ഇനി കുറച്ച് ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ പറ്റാതെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 days എക്സ്ട്രാ അതിന് സംസാരിക്കാനുള്ള എക്സ്ട്രാ ട്രെയിനിങ്, ഇംഗ്ലീഷിൻ്റെ പ്രോബ്ലം ആണ് അതിൻ്റെ ട്രെയിനിങ്, ടെക്കിൻ്റെ ഏതെങ്കിലും മോഡ്യൂളിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അതിന് എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കുക. ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഇവരെ പ്ലേസ്ഡ് ആക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതിന് മുകളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ആസ് എ ഫൗണ്ടർ ഞാനൊക്കെ ഇപ്പോൾ പോലും, അതായത് എത്ര പേര് പ്ലേസ്മെൻറ്റിലുണ്ട്, എത്ര പേർക്ക് കിട്ടാനുണ്ട്, ഇതിലെന്താണ് പ്രോബ്ലം ഉള്ളത്, കമ്പനി കയറിയവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇനി കയറിയിട്ട് ഇറങ്ങേണ്ടി വരുന്ന ആൾക്കാർക്ക് പോസ്റ്റ് പ്ലേസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അവർക്കൊരു ചെറിയ ടെസ്റ്റ് നടത്തും, സ്കില്ല് ഓക്കെ ആയിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടാസ്ക് കൊടുക്കും. അതായത് കോഴ്സ് കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് കുറച്ച് കാലം ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്ന ആൾക്കാർക്ക് എന്താണ് അവിടെ പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ച് ആ ടാസ്കുകൾ കുറച്ച് കൊടുക്കും. അവരെ വേണേൽ ഫോളോ അപ്പ് ചെയ്ത് വീണ്ടും ചെയ്യിപ്പിക്കും, എന്നിട്ട് വീണ്ടും പ്ലേസ്ഡ് ആക്കാൻ നോക്കും. ഈ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ പേരിന് ഒരു പ്ലേസ്മെന്റ് കൊടുക്കുക വിടുക എന്നുള്ള ഉദ്ദേശമല്ല. ഇപ്പൊ ജൂണിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നു പഠിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ പ്രോട്ടോടൈപ്പിൽ ചേരാമെന്ന്. ഒരു 3-4 മാസം കുറച്ചൊന്ന് ആലോചിക്കാം എന്ന് വിചാരിച്ച് ആലോചിച്ച് കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞിട്ട് ഇനി എങ്കിൽ പോയി പഠിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പുതിയ ബാച്ച് ആ സമയത്ത് ഉണ്ടാവും. നമ്മുടെ പ്രോട്ടോടൈപ്പിലെ ബാച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ ആ ഒരു മാസം മാത്രമല്ല, എല്ലാ മന്തിലും ബാച്ചുകൾ പോകുന്നുണ്ടാവും നമുക്ക്. പക്ഷേ സീറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും, പക്ഷെ മന്ത്ലി ബാച്ചുകൾ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏത് മാസം വേണമെങ്കിലും തുടങ്ങാനുള്ള അവസരമുണ്ട്. അത് ഞങ്ങൾക്കൊരു എളുപ്പമാണ്. എന്ന് വെച്ചാൽ പ്ലേസ്മെന്റ് ഒരുമിച്ചല്ല വരിക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ജൂണിൽ തുടങ്ങി എല്ലാവരും മെയിൽ വന്ന് അവസാനിക്കും. അപ്പൊ എല്ലാവരും പ്ലേസ്മെന്റ് ഒരുമിച്ച് കൊടുക്കേണ്ടി വരും. അതിന് പകരം ബാച്ചുകൾ പല പല മന്തിലായി സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എൻഡിങ് പല ടൈമിലായിരിക്കും. അപ്പൊ നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കുക എന്നുള്ള ഈസി ആയിട്ട് വരുന്നത് അവകാശമുണ്ട് അല്ലെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളിപ്പോഴത്തെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു +2 കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് പോവാണ്, എവിടെയെങ്കിലും പോവുക, UK പോവുക, USA പോവുക, എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ്.
അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ ഇവിടെ കുറയുന്നു, ഈ കോഴ്സൊന്നും പഠിക്കാൻ കുട്ടികൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടോ? കുറച്ച് മുന്നേ കാലം വരെ വിദേശത്ത് പോവുക, പെട്ടെന്ന് ജോലി കിട്ടുക, ഭയങ്കര സാലറി കിട്ടുക, ഭയങ്കര ലൈഫ് സെറ്റ് ആവുക, ഇത് ഭയങ്കര എക്സാമ്പിൾ വെച്ചിട്ട് ഒരുപാട് പേര് ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ UK, കാനഡ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് അവിടെ നമ്മളെ കൊണ്ട് ക്രൗഡ് കൂടിയിരിക്കുകയാണ്, ഇന്ത്യക്കാരെ കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട്. അപ്പൊ ജോലി കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. ഇപ്പൊ നമ്മുടെ വാഴ 2 മൂവി കണ്ടിട്ടില്ലേ, അതിലൊരു അവസ്ഥ ഉണ്ടല്ലോ. അതാണ് ഇപ്പൊ ഇന്ന് നാട്ടിൽ നിന്ന് പോണ ചെറുപ്പക്കാരുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ. അപ്പൊ നമ്മൾ പറയണെന്ന് വെച്ചാല് അവിടെ പോയാലും ഇവിടെ നിന്നാലും ഒരു സ്കില്ല് അറിയണം. ഈസി സ്കില്ലുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരാളെ കെയർ ഹോമിൽ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ വർക്ക്, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിൽക്കുക. ഇതാർക്കും ഇന്ന് പഠിക്കാൻ പറ്റിയ സ്കില്ലാണ് അല്ലേ? അവിടെ നമ്മളെ നാളെ എന്ന് വേണേലും ആർക്കും റീപ്ലേസ് ചെയ്യാം ഈസി ആയിട്ട്. തീർച്ചയായിട്ടും ചെയ്യാം അല്ലേ? അപ്പോൾ അങ്ങനത്തെ സ്കില്ലുകൾ ജോലി ചെയ്യുന്ന ഫോക്കസ് മാറ്റിയിട്ട് ഇച്ചിരി സ്കില്ലിന് പഠിക്കാൻ ഇച്ചിരി സമയം കൊടുക്കുന്ന സ്കില്ലുകളായി കഴിഞ്ഞാൽ ഈസി റീപ്ലേസബിൾ അല്ല. നമ്മളൊരു സ്കില്ലോട്ട് കയറി ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈസി ആയിട്ട് റീപ്ലേസ് ആവില്ല. അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പാടാണ്. നമുക്ക് നമ്മുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും എക്സ്പീരിയൻസിനനുസരിച്ച്. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ നിൽക്കുകയാണ്, അയാൾ 5 വർഷം ഷോപ്പിൽ നിന്നിട്ട് വെച്ചാൽ അയാൾക്ക് 5 വർഷം എക്സ്പീരിയൻസ് ആയെന്ന് വെച്ചിട്ട് അയാൾക്ക് കൂടുതൽ സാലറി ഒരുപാട് കിട്ടുമൊന്നുമില്ലല്ലോ. ഇല്ല, അത് നോർമൽ ജോബുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പഠിക്കേണ്ട സ്കില്ലുകളാകുമ്പോൾ എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറിയും കൂടിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ 40-50 കിട്ടിയ ആൾക്കാർ പിന്നെ 80, 1 lakhും 1.5ഉം 2ഉം 3 ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഇൻക്രീസും വേണം എന്നുണ്ടെങ്കിൽ, ഈസി റീപ്ലേസബിൾ അല്ലാതായി മാറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്കില്ലുകൾ എന്തെങ്കിലും പഠിച്ചിട്ട് പോവുകയാണ് നല്ലത്. എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ വിദേശത്ത് പോകാലോ. പഠിച്ച സ്കില്ല് അച്ചീവ് ചെയ്ത് വേണമെങ്കിൽ റിമോട്ടായിട്ട് പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ രീതിയിൽ വേണേൽ അവർക്ക് വിദേശത്ത് പോകാം. അപ്പോൾ അവരുടെ പാർട്ട് ടൈം വർക്കാണെങ്കിൽ ഇത് പഠിക്കാം. ഞാൻ അവിടെ പഠിക്കാൻ പോകുമ്പോൾ ഇതിന് ബേസ് ആയിട്ട് കോഴ്സ് എടുത്ത് ഞാൻ ഈസി ആയിട്ട് പാസ്സാവാതെ വലിയ എഫേർട്ട് ഇല്ലാതെ എന്നിട്ട് വേണമെങ്കിൽ അവർക്ക് അവിടെ ചെയ്യാം. ഒരു 1 year എഫേർട്ട് ഉണ്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ എൻട്രൻസ് കോച്ചിങ് ആയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഒരു 1 year 2 year 3 year ഒക്കെ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഒരു 1 year ഇവിടെ സ്പെൻഡ് ചെയ്യുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ജോലി അച്ചീവ് ചെയ്യുക, എന്നിട്ട് വിദേശത്ത് പോവുക. മണിയുടെ മൂല്യം വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് നല്ല രീതിയിൽ വിദേശത്ത് പോകുമ്പോൾ അതിനേറെ കിട്ടുകയും ചെയ്യും. പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ പല കുട്ടികളും ആലോചിക്കുന്നത് എന്താ, നമ്മൾ വിദേശത്തേക്ക് പോകാന്ന് പറയണത് വിദേശത്ത് സെറ്റിൽ ആവാനാണ്. വിദേശത്ത് സെറ്റിൽ ആവാനായിട്ട് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടില്ല. അപ്പോൾ ജോലി കിട്ടണമെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു 3 വർഷം അല്ലെങ്കിൽ 1 വർഷമെങ്കിലും ഒരു കോഴ്സ് പഠിക്കണം. അപ്പോൾ ആ ഒരു കോഴ്സ് അവിടെ പോയി ഞാൻ പഠിക്കുന്നതല്ലേ നല്ലത്, ഇവിടെ നിന്ന് സമയം കളയണോ എന്നായിരിക്കില്ലേ ചിന്തിക്കുന്നത്. അവിടെ റിമോട്ടായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ PhD ചെയ്തുകൊണ്ട് തന്നെ അവിടുന്ന് റിമോട്ടായിട്ട് പ്രോട്ടോടൈപ്പിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഓ അത് ശരി. അവിടെ PG ചെയ്തുകൊണ്ട് പ്രോട്ടോടൈപ്പിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ഡിഗ്രി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാർ റിമോട്ടായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എക്സ്പീരിയൻസിന്റെ ഒരു എന്താ പറയുക, ഒരു ഓൺലൈനിൽ എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതിനേക്കാൾ നല്ല ഓഫ്ലൈനായിട്ട് പഠിച്ചിട്ട് പോവുകയാണ് ബെറ്റർ. ഇനി അങ്ങനെ തന്നെ പോകണം എന്നുള്ള ആൾക്കാർക്ക് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നിലവിൽ എവിടെയൊക്കെയാണ് പ്രോട്ടോടൈപ്പിന് ഓഫീസുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉള്ളത്? നമുക്ക് കോഴിക്കോടുണ്ട്, കൊച്ചിയിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട് കേരളത്തിൽ, പിന്നെ ബാംഗ്ലൂരുണ്ട്, പിന്നെ ചെന്നൈ, കോയമ്പത്തൂർ. ഒരു മലയാളി കുട്ടിക്ക്, മലയാളം അല്ലാതെ മറ്റു ഭാഷകൾ അറിയാത്ത കുട്ടിക്ക് ചിലപ്പോൾ പേടിയായിരിക്കും. ചെല്ലുമ്പോൾ എല്ലാവരും ഭയങ്കര ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരാണോ, എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള പേടികൾ ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല. ആദ്യം വരുമ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നത് സിമ്പിളായിട്ടാണ്. പക്ഷെ നമുക്ക് നമ്മളെ ജേണി അറിയാമല്ലോ. നമ്മളാരും എന്താ പറയുക വലിയ ഭയങ്കര പഠിത്തത്തിലൂടെ വന്ന ആൾക്കാരല്ല. അപ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരുടെ പ്രോബ്ലംസും മനസ്സിലാവും. അപ്പം നമ്മൾ ആ രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വരുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ഒന്നും ആരെ കൊണ്ട് സംസാരിപ്പിച്ച് ഇംഗ്ലീഷ് അറിയാത്തവൻ വന്ന് കഴിഞ്ഞ് നാണം കെടുന്ന അവസ്ഥ അങ്ങനെയൊന്നല്ല. അവനെ മലയാളത്തിൽ സംസാരിച്ച് സെറ്റാക്കി ഒരു 1.5 months 2 months കഴിയുമ്പോഴാണ് അവൻ ഇംഗ്ലീഷിലോട്ട് മാറ്റുന്നത്. അത് അവന് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇംഗ്ലീഷൊക്കെ കമ്പൽസറി ആക്കുന്നത്. അപ്പോൾ പോലും പല കാര്യങ്ങളിലും രണ്ടും മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. ഇത് ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കുട്ടികളിലൊരു കോൺഫിഡൻസും അല്ലെങ്കിൽ അവർക്കൊരു ലാംഗ്വേജ് സ്പീക്കിംഗ് എബിലിറ്റിയും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഡെയിലി ഇവിടെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്ലേസ്മെന്റ് നടക്കുന്നത്. ബിക്കോസ് ഈ ഇപ്പോൾ 2300 പ്ലേസ്മെന്റ് പറഞ്ഞ് ഇവരെല്ലാ ഇന്റർവ്യൂസും ഇംഗ്ലീഷിലാണ്. അത് ശരിയാണ്. കമ്പനീസിന്റെ HR ഇന്റർവ്യൂ റൗണ്ട് ഉണ്ടായിരിക്കും ഫസ്റ്റ്, പിന്നെ ടെക് ഇന്റർവ്യൂ റൗണ്ട് ഉണ്ടാവും. ഈ റൗണ്ടുകളെല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇവര് സംസാരിക്കാതെ ഒരിക്കലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസ്സാൻ പറ്റില്ല. ശരിയാണ്. അതന്നെയാണല്ലോ അതിന്റെ പ്രൂഫ്. ഇതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്ലേസ്ഡ് ആയതിനു ശേഷം നിങ്ങൾ ഫീസ് തന്നാൽ മതി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, അത് പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളും കൂടുതലല്ലേ? അതിനെ എങ്ങനെ നിങ്ങൾ ടാക്കിൾ ചെയ്യുന്നത്? അത് ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഓപ്ഷനായിരുന്നു. ഇപ്പം നമ്മൾ ഇനീഷ്യലി ആ ടെസ്റ്റിലൊരു എക്സാം സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് കൊടുക്കുന്നത്. വെച്ചാൽ ഒരു 10ലൊരു
7 സ്കോറൊക്കെ ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ജോലി കിട്ടിയിട്ട് പൈസ അടയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. അല്ലാത്ത ആൾക്കാർക്ക് അപ്ഫ്രണ്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പണ്ട് ഞങ്ങളിത് എല്ലാവരും കൊടുക്കായിരുന്നു. അപ്പോൾ ഒരാവശ്യമില്ലാത്ത ആൾക്കാരും വെറുതെ വന്ന് നോക്കാം, സ്കില്ലൊന്നും ഡെവലപ്പ് ചെയ്യാതെ, അത് ഞങ്ങളുടെ റിസ്കിൽ കുറേ ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര അവസാനം ഞങ്ങൾ ഭയങ്കര നഷ്ടമാവുകയും എല്ലാവരും കൊടുക്കുന്ന അവസാനിപ്പിച്ചിട്ട് ആ ഒരു 10 ദിവസത്തെ ഫ്രീ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് അതിൽ പെർഫോമൻസിന്റെ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സംഭവം കൊടുക്കുന്നതാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും സ്കില്ല് 10 ദിവസം നോക്കിയപ്പോൾ അവർക്ക് പറ്റുമെന്ന് മനസ്സിലായി. പിന്നെ അവരിരുന്ന് വർക്കൗട്ട് ചെയ്തോളും. ആണ് ഈ ഇപ്പം നഴ്സിംഗ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഇങ്ങനെ വരുന്നവർക്കൊക്കെ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാറുണ്ടോ? അതോ അവർക്കും +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ച കുട്ടിയുടെ അതേ ലാഘവത്തോടു കൂടി ഇതൊക്കെ തീർക്കാൻ പറ്റുന്നുണ്ടോ? ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ഇപ്പോൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോൾ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾ, അയാൾക്ക് ഒരുപാട് നോളജ് ഉണ്ടാവും, എനിക്ക് എളുപ്പമായിരിക്കും, ഇതൊക്കെ ഫെമിലിയർ അല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ എൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ പഠിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ തിയറി കാണാൻ പഠിക്കുക ചെയ്തിട്ടുള്ളത്. ലാബ് പേരിന് ചെയ്യുന്ന ആൾക്കാരാണ് വന്നത്, കൂടുതൽ % ആൾക്കാർ കേട്ടോ. ഒരു 5% ആൾക്കാർ അവിടെയും പഠിക്കുന്ന ആൾക്കാരുണ്ട്, അവരാണ് IITസിലും ഫസ്റ്റ് ടയർ 1 കോളേജിൽ പോകുന്ന ആൾക്കാർ. അല്ലാത്ത കൂടുതൽ ആൾക്കാരും ഇവർ പ്രാക്ടിക്കലി വലിയ നോളജ് ആയിട്ടായിരിക്കില്ല വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവരും ഇവരും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ ശരിക്കും കൂടുതലും പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവർ തമ്മിലൊരു വ്യത്യാസം. ഇപ്പോൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾ, എനിക്ക് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ആൾ ഒരുപാട് എഫേർട്ട് ഇടില്ല. അതേസമയം എനിക്ക് ബിടെക് ഇല്ലല്ലോ അവനെ പോലെ, എനിക്ക് +2 അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ BCom അല്ലേ പഠിച്ചത്, അല്ലെങ്കിൽ BBA അല്ലേ പഠിച്ചത്, നഴ്സിംഗ് അല്ലേ പഠിച്ചത് എന്ന് ചിന്തിച്ചിട്ട് ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് അവരെക്കാളും പാക്കേജ് പോയ ആൾക്കാർ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അതൊരു നമ്മൾ ഇനീഷ്യലി എല്ലാവർക്കും ഉള്ള പേടിയാണ്. പക്ഷെ റിസൾട്ട് നോക്കുമ്പോൾ അത് വ്യത്യാസമുണ്ട്. നല്ല പാക്കേജ് കിട്ടുന്നവർ ഈവൻ +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചവർ നല്ല റിസൾട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ +2 കൊമേഴ്സ് പഠിച്ച ആൾക്കാർ നല്ല റിസൾട്ട് മേടിച്ചവരുണ്ട്. അപ്പൊ ആ രീതിയിലാണ് പോയിട്ടുള്ളത്. മിനിമം ഒരു 40,000 രൂപയെങ്കിലും നിങ്ങൾക്ക് മന്ത്ലി സാലറി വാങ്ങുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാമെന്ന് പറയുന്നത്, ആ ഒരു കോൺഫിഡൻസ് പ്രോട്ടോടൈപ്പിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് നമ്മളെ എക്സ്പീരിയൻസ് തന്നെയാണ്. മിനിമം എന്നല്ല, ആവറേജ് 40 എന്നാണ് പറഞ്ഞത്. അതിൽ 30 വരെ മിനിമം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കയറിയൊരു കാര്യമാണ്. നമ്മളെ സ്റ്റോറി ഇപ്പോൾ എൻ്റെ സമയം +2 2010 ഞാൻ ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ ഒരുപാട് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അന്ന് എൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇനി ഒന്നുമില്ല മുന്നിൽ, അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാനിരുന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് യൂട്യൂബൊക്കെ നോക്കിയിരുന്ന് അങ്ങ് പഠിച്ചു. എന്നിട്ട് ഒരു 6-8 മാസം കൊണ്ട് ഞാനൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജസ്റ്റ് ഒരു ട്രെയിനറായിരുന്നു. പ്രൊജക്ട് സെൻറ്ററിൽ ഇങ്ങനെ ഹെൽപ്പിംഗ് ആയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ നേരെ 25,000 റുപ്പീസിൻ്റെ സാലറിക്ക് ജമ്പ് ചെയ്യാണ് ഫസ്റ്റ് സംഭവിക്കുന്നത്. അന്ന് 2,500 രൂപയാണ് എൻ്റെ സാലറി ആദ്യം, പിന്നെ 25,000 രൂപയായി മാറി. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് വന്നപ്പോഴേക്ക് മനസ്സിലായി. പിന്നെ ഞാൻ നേരെ ഒരു 3 ഇയേഴ്സ് കൊണ്ട് 1 lakhന്റെ മുകളിൽ സാലറിലോട്ട് അച്ചീവ് ചെയ്ത്. അപ്പോൾ അന്ന് ആദ്യത്തിൻ്റെ ഒരു പേടി പേപ്പർ അല്ലെങ്കിൽ ഡിഗ്രി ഇതൊക്കെ ആയിരുന്നു. പിന്നേക്ക് മനസ്സിലായ സ്കില്ലാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ ഞാൻ ഇതേ രീതിയിൽ തന്നെ എൻ്റെ ഒരു ബ്രദറുണ്ട്, BA ഇംഗ്ലീഷ് പഠിച്ചാണ്, ആളെ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കി മാറ്റി. അതേപോലെ പല ആൾക്കാരെ നമ്മൾ ഇതിൻ ബിറ്റ്വീനും മെൻറ്റർ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തു 6-8 വർഷം ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡ് വർക്ക് ചെയ്തു. ഇൻ ബിറ്റ്വീനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പല സ്റ്റുഡൻസ് ഉണ്ടാവും, പല കോളേജിൽ നിന്ന് അവിടെ നിന്നൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ നമ്മൾ ഇന്ന ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് അവർ നല്ല കമ്പനിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ മുന്നിലുണ്ട്. നമ്മൾ കയറിയതും നമ്മളെ കൂടുതലുള്ള ആൾക്കാരെ സെറ്റാക്കിയതും, അത് ബിടെക് പഠിച്ച ആൾക്കാരെ സെറ്റാക്കിയതും MTech പഠിച്ച ആൾക്കാരെ സെറ്റാക്കിയതും ഒക്കെയാണ് നമ്മളെ എക്സ്പീരിയൻസ് ആണ് മുന്നിലുണ്ട്. ഇതൊരു കാര്യമാണ്. പിന്നെ നമുക്ക് മനസ്സിലായി ഇത്രയും നല്ല റിസോഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് ChatGPTയിലും ജെമിനിയിലും ഏത് തരം ട്യൂട്ടോറിയൽ വേണമെങ്കിൽ തൊട്ടു. നിങ്ങൾക്ക് 30 ദിവസം കൊണ്ട് പഠിക്കണോ, 10 ദിവസം കൊണ്ട് പഠിക്കണോ, ഇനി 1 hour കൊണ്ടുള്ള വീഡിയോ എക്സ്പ്ലനേഷൻ വേണോ, എന്ത് രീതിയിൽ വേണം പറഞ്ഞാലും പഠിപ്പിച്ചു തരാൻ മെറ്റീരിയൽ തരുന്ന സമയമാണ്. ഇന്ന് പഠിക്കാൻ മെറ്റീരിയൽ ഉണ്ട്, മടി മാറ്റി വെച്ച് പഠിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷെ അത് മടി മാറ്റി വെക്കണമെങ്കിൽ കുറെ ആൾക്കാർക്ക് എന്ത് വേണം, ഫോളോ അപ്പ് വേണം, വീക്കിലി അവരുടെ ഗൈഡൻസ് വേണം. അവർക്കൊരു അവിടെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് ശരിക്കും നിൽക്കുന്നത്. അവര് നല്ല രീതിയിൽ ഗൈഡൻസ് കൊടുക്കുക, ഫോളോ അപ്പ് ചെയ്യുക. പലരും മടി പിടിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നൊരു ഫ്രണ്ട് ഒരു മൂവിക്ക് പോകാൻ വിളിക്കുമ്പോൾ നോർമലി വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരാൾ എന്നാ മൂവിക്ക് പോകാന്ന് പറയും. പക്ഷെ ഈ ആഴ്ച ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഒരാളെ സംബന്ധിച്ചോളം ഓട്ടോമാറ്റിക് ആയിട്ട് ഇല്ല, ഞാൻ മൂവിയാണ് അടുത്ത ആഴ്ച പോവാം, എനിക്കിത് കംപ്ലീറ്റ് ഈ ഷിഫ്റ്റേ ഉള്ളൂ.
ബേസിക്കലി മനുഷ്യന്റെ നമ്മൾ എല്ലാ ടാസ്കിനെയും ഷിഫ്റ്റ് ഉള്ളൂ. ഒരു കാര്യം അപ്പുറത്തുണ്ടോ, ഇത് രണ്ടും ചെയ്യാം നമുക്ക്. അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് പോവാം എന്നുള്ള ചിന്ത വരുത്തുക എന്നുള്ളതാണ്. അതാണ് ഈ ഫോളോ അപ്പിലൂടെ നടക്കുന്നത്. അത് പക്ഷെ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഇത് എന്നും രീതിയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് വലിയ റിസൾട്ട് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും. പ്രോട്ടോടൈപ്പിൽ എന്തൊക്കെ കോഴ്സുകളാണ് ഇപ്പൊ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ്, ഇതെല്ലാം ഇതിൽ തന്നെ പല ടെക് സ്റ്റാക്കുകൾ. ഇപ്പോൾ പൈത്തൺ വെച്ചിട്ട് പഠിക്കാം, മേൺ സ്റ്റാക്ക് വെച്ചിട്ട് പഠിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ പഠിക്കാം, പല ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഇന്ന് പക്ഷേ AI വന്നോട് കൂടിയിട്ട് ലാംഗ്വേജസ് ഡിപ്പെൻഡ് മാറ്റിയിട്ട് AI വെച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രയും ഡീപ്പായിട്ട് കോഡിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മൊത്തം സ്ട്രക്ചർ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മൾ ഫുള്ള് പ്യുവർലി കോഡിംഗ് ആയിരുന്നു, ഒരുപാട് പണിയാണ്, ലൂപ്പ് അത് ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര സ്കില്ലായിട്ട് പഠിക്കണം. ഇന്നത് ബേസിക് പഠിക്കണം, ഇൻ്റർവ്യൂസിന് അത് തന്നെയാണ് ചോദിക്കുന്നത്. അതേസമയം കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, സൊല്യൂഷൻ ബിൽഡർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടാക്കിയാണ്. അപ്പോൾ ഒരു ബേസിക് സംഭവങ്ങൾ ഇന്ന് പഠിക്കുന്നതിന് പകരം കൂടുതലും വലിയ വലിയ അപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്ത് പഠിക്കുക, അത് വലിയ വലിയ എഞ്ചിനീയേഴ്സ് അവരെ റിവ്യൂ ചെയ്യുക. അപ്പോൾ അവരെല്ലാ ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഏത് കമ്പനിയിലും കയറി വർക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലോട്ട് മാറ്റുക എന്നുള്ളത് ആ രീതിയിലാണ് ഉള്ളത്. ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളോട് ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടർ എന്നുള്ള നിലയിൽ, ഒരു ജോബ് പ്രൊവൈഡർ എന്നുള്ള നിലയിൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? അവരുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അവരെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക, വീട്ടിലിരുന്ന് പഠിക്കുക, നമ്മുടെ ചാനൽ അവർക്ക് സപ്പോർട്ട് ഉണ്ട്. IT-ലോട്ട് സ്കില്ല് സെറ്റ് ചെയ്ത് നോക്കാനും ട്രൈ ഔട്ട് ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാലുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബിൽ ജെമിനി, ChatGPT ഒക്കെ ഇതിന് അവസരം തരുന്നുണ്ട്. അതന്നെ അവർക്ക് യൂസ് ചെയ്താൽ തന്നെ ഇന്നത്തെ കാലത്ത് ഏത് സ്കില്ലും എന്ത് കരിയറും അവർക്ക് ബിൽഡ് ചെയ്യാം. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അവർക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും വർക്ക് എത്തിക്ക്, അത്രയും ഡിസിപ്ലിനായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ബിൽഡ് ആവണം എന്നുള്ളതാണ് നല്ല കാര്യം. അത് ബിൽഡ് ആവണം. അതിനുള്ള ക്ഷമ എവിടെയെങ്കിലും ബാക്ക് വരികയാണ്, അല്ലെങ്കിൽ വീട്ടുകാർ ഇതിനെ അംഗീകരിക്കുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചുടി ട്രഡീഷണൽ എഡ്യൂക്കേഷൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണ് പ്രോട്ടോടൈപ്പിൽ വന്ന് പഠിക്കാം. അതിൻ്റെ കൂടെ ഡിഗ്രി എടുക്കേണ്ടവർക്ക് ഡിഗ്രി എടുക്കാനുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കണമെങ്കിൽ അതിനുള്ള സപ്പോർട്ട് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ എക്സ്പീരിയൻസ് കയറി പോകുമ്പോൾ സാലറി കൂടുതൽ കിട്ടുന്നതിന് അതിനുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ രീതിയിൽ ഈ പ്രോട്ടോടൈപ്പ് ഒരു ഓപ്ഷനാണ്. പ്രോട്ടോടൈപ്പ് ഒരു നല്ല കിടിലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഏത് കാര്യത്തിനെയും കണ്ടുപിടിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ കൂട്ടാണ്. അവർ എന്ത് സംഭവം പുതിയത് കണ്ടുപിടിക്കുക, റിസർച്ച് എടുത്ത് പഠിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ വരുമ്പോൾ അങ്ങനെയല്ല, പക്ഷെ ഇത് കഴിയുമ്പോൾ അങ്ങനെ ആയി മാറിയിട്ടുണ്ടോ. മനസ്സിലായി. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു സോഫ്റ്റ്വെയർ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, പ്രോട്ടോടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലാക്കുന്ന ഒരു ജോലിയിലേക്ക് എത്തിച്ച് അവിടെ നിന്നുള്ള ഗൈഡൻസ് അവരുടെ ലൈഫിലെ എല്ലാ നല്ല മൈൽ സ്റ്റോണുകൾ അച്ചീവ് ചെയ്യാനായിട്ട് പ്രോട്ടോടൈപ്പ് തീർച്ചയായും സഹായിക്കും അല്ലേ? സഹായിക്കും. ഇതിൽ ഇത്ര നോക്കിയാൽ അവർക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മൊബൈലോടുള്ള ഇൻട്രസ്റ്റുകൾ, മൊബൈൽ ആപ്പുകളോട് ഇൻട്രസ്റ്റുകൾ, ഗെയിമുകളോടുള്ള ഇൻട്രസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ക്യൂരിയോസിറ്റിയോടെ നോക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ആപ്പൊക്കെ ഇതൊക്കെ കാര്യങ്ങൾ വർക്കിംഗ്, അറ്റ്ലീസ്റ്റ് ഗെയിമുകളൊക്കെ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഫീൽഡാണിത്. ആണ് അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഈ ഒരു മേഖലയും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യുക. പ്രോട്ടോടൈപ്പിലേക്ക് ധൈര്യമായിട്ട് എത്തുക. പൈസ പോകുമെന്നുള്ള ടെൻഷനും വേണ്ട. 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ വാങ്ങിച്ച് തിരികെ പോകാവുന്നതാണ്. അപ്പോൾ പ്രോട്ടോടൈപ്പിന് എല്ലാവിധ ആശംസകളും. കുട്ടികളുടെ അവരുടെ കരിയർ സെറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അങ്ങോട്ട് എത്തട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.